Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. അപ്പോൾ നമ്മളുടെ KAS പരീക്ഷ കാത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ ത്രൂ ഔട്ട് കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ KAS പരീക്ഷ, അതായത് ആദ്യമായിട്ട് നടന്ന KAS പരീക്ഷ എന്ന് പറയുന്നത് 2019 നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 2020 പരീക്ഷ എന്ന് പറയുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടന്നത്. പ്രിലിംസ്, മെയിൻസ്, അതുപോലെ തന്നെ ഇന്റർവ്യൂ. നമ്മുടെ UPSC പരീക്ഷ മാതൃകയിൽ തന്നെയാണ് കഴിഞ്ഞ KAS പരീക്ഷ നടന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അന്നത്തെ പരീക്ഷ കഴിഞ്ഞോടുകൂടി ഉദ്യോഗാർത്ഥികൾക്ക് ഇടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത് ഇനി KAS പരീക്ഷ ഉണ്ടാവുമോ എന്നുള്ളതാണ്. പിന്നീട് ഒരു ഇൻഫർമേഷനും വന്നില്ല, അപ്പോൾ ഇനി ഉണ്ടാവില്ല എന്നൊക്കെയായിരുന്നു അഭ്യൂഹങ്ങൾ. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് തന്നെയാണ് റീസെൻ്റ്ലി വന്ന പത്രവാർത്തകളും അല്ലെങ്കിൽ ഒരുപാട് അപ്ഡേറ്റ്സും അല്ലേ. എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം? ഏറ്റവും പ്രധാനമായിട്ട് KAS വിജ്ഞാപനം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ എന്നായിരിക്കും അല്ലെങ്കിൽ എപ്പോഴത്തേക്കായിരിക്കും KAS വിജ്ഞാപനം ഉണ്ടാകുക? അതിനുശേഷം അതിൻ്റെ പരീക്ഷ എപ്പോഴത്തേക്കായിരിക്കും? ഇതാണ് പ്രധാനമായിട്ടും ഉദ്യോഗാർത്ഥികളുടെ സംശയം എന്ന് പറയുന്നത്. KAS വിജ്ഞാപനം ഇപ്പോൾ കഴിഞ്ഞ 2019 നോട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ നവംബർ 1 കേരള പിറവിയുടെ അന്നായിരുന്നു നമ്മളുടെ എന്ത് വന്നത്, നോട്ടിഫിക്കേഷൻ വന്നത് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഈ വർഷം തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ടാവാം KAS നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ KAS വിജ്ഞാപനം വരാം. അപ്പൊ നവംബർ 1 അല്ലെങ്കിൽ അതിനുശേഷമോ എന്തായാലും ഈ വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് സർക്കാർ തന്നെ മുൻകൈ എടുത്തു തുടങ്ങി, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. 50-ലധികം പുതിയ ഡിപ്പാർട്ട്മെന്റ്സും ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 105 പേരാണ്, അതായത് ഒരു വർഷം മാത്രം വാലിഡിറ്റി ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ് KASൻ്റെത്. 3 വർഷം ഇല്ല അല്ലെ, ഒരു വർഷം മാത്രം വാലിഡിറ്റി ഉള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ സർക്കാർ തന്നെ മുൻകൈ എടുത്തു തുടങ്ങി. നമുക്ക് എന്താണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഏകദേശം 50 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. 50-ലധികം പുതിയ ഡിപ്പാർട്ട്മെന്റ്സ് അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഉയരാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ KAS നോട്ടിഫിക്കേഷൻ നമുക്ക് ഉറപ്പാണ് ഈ വർഷം അവസാനത്തോടു കൂടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പരീക്ഷ എപ്പോഴത്തേക്കായിരിക്കും? അതായത് KAS നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ നവംബർ 1, അതായത് 2019 നവംബർ 1 വന്നപ്പോൾ പ്രിലിംസ് പരീക്ഷ നടന്നത് എപ്പോഴായിരുന്നു? ഫെബ്രുവരി 22 ആയിരുന്നു. ഏകദേശം 3 മാസം മാത്രമായിരുന്നു നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ കിട്ടിയ സമയം, പ്രിലിംസിന് പഠിക്കാൻ കിട്ടിയ സമയം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് ഏകദേശം ഫെബ്രുവരി മാർച്ചോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ KAS പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ സിലബസ് കണ്ടിട്ടില്ലാത്തവര് ഇതിന്റെ സിലബസ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമുക്കറിയാം 2 പേപ്പേഴ്സ് ആയിട്ടാണ് പ്രിലിംസ് പരീക്ഷ നടക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അപ്പൊ അത് ക്വാളിഫൈ ചെയ്തതിന് ശേഷം 2ാം ഘട്ടം എന്ന് പറയുന്നത് മെയിൻസ് ആണ്. അവിടെ ഡിസ്ക്രിപ്റ്റീവ് മോഡലിലാണ് എക്സാം. തികച്ചും UPSC മാതൃകയിലുള്ള പരീക്ഷ തന്നെയാണ്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സും നമുക്കറിയാം കൃത്യമായിട്ട് ഫിക്സഡ് ആണ്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 6 അറ്റംപ്റ്റ് ആണ് നമുക്ക് KAS പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ 2ാം ഘട്ടം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. അതായത് നമുക്കവിടെ എഴുതണം, ഒബ്ജക്റ്റീവ് അല്ല അല്ലേ. അതിനുശേഷം വരുന്ന ഇന്റർവ്യൂ വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു കാറ്റഗറി തന്നെയാണ്. അപ്പോൾ ഈ 3 ഘട്ടത്തിന് ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു വർഷമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആണ്, തീർന്നു. നമുക്കറിയാം ഏകദേശം 105-ന് മേലെ ഒഴിവുകളിലേക്കാണ് നമ്മുടെ KAS കഴിഞ്ഞ പ്രാവശ്യത്തെ റിക്രൂട്ട്മെന്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സിലബസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് അറിയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിഞ്ഞിട്ടില്ല, വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇതിന്റെ സിലബസ് ആദ്യം നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു സിലബസ് ആണ്, നല്ല ഡെപ്തിലുള്ള ഒരു സിലബസ് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ആ സിലബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ വേണം എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് സ്ട്രെങ്ത് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കോർ സബ്ജക്ട്സ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ മാർക്ക് സ്കോറിംഗ് സബ്ജക്ട്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ നല്ല നിലവാരത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു. ഭയങ്കര വലിയ കട്ട് ഓഫ് എന്നൊന്നും നമുക്ക് പറയാനില്ല. 2 പേപ്പറിനും കൂടി ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് 70 മാർക്കിന് മേലെയായിരുന്നു പ്രിലിമിനറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നീട് മെയിൻസ് വന്നു, ഇന്റർവ്യൂവും വന്നു അല്ലെ. അപ്പൊ KAS പരീക്ഷ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താണ് KASന്റെ റെലവൻസ്?
നമ്മുടെ PSC നടത്തുന്ന മറ്റ് ഡിഗ്രി തല പരീക്ഷകളെ കമ്പയർ ചെയ്യുമ്പോൾ KS എന്ന് പറയുന്നത് നേരെ നിങ്ങൾ ഗസറ്റഡ് റാങ്കിലേക്ക് പോവാണ് അല്ലെ. അല്ലെങ്കിൽ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരുപാട് പേരുടെ സ്വപ്ന ജോലിയാണ്. പലർക്കും അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം അതിനോട് തുല്യമായിട്ട് വരുന്ന ഒരു ജോലി തന്നെയാണ് KS എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റും എല്ലാം നിറവേറ്റാനുള്ള ഒരു അവസരവും ഒരു പവറും തരുന്ന ഒരു ജോലി തന്നെയാണ് KS എന്ന് പറയുന്നത്. അപ്പോൾ KS എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയിലേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ള സ്ട്രാറ്റജിയാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ എന്ത് ഐഡന്റിഫൈ ചെയ്യുക, നിങ്ങളുടെ സബ്ജക്ട് സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം പോളിറ്റി സ്ട്രോങ് ആയിരിക്കാം, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കാം സ്ട്രോങ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ കോർ സബ്ജക്റ്റും നിങ്ങൾ തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യുക. പ്രത്യേകിച്ച് ഇംഗ്ലീഷും മാത്സും മലയാളവും അവിടെ വരുന്നുണ്ട്. അതിൽ നിന്നുള്ള ഒരു മാർക്കും നിങ്ങൾ ഒരു കാരണവശാലും കളയരുത്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി KS പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് ഭയങ്കര ടഫായിരിക്കും അല്ലേ. ഇപ്പോഴത്തെ ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതുന്നവർക്കറിയാം ടഫ്നെസ് എന്ന് പറയുന്നത് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ പഠിക്കേണ്ട ഡെപ്ത് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം പഠിച്ചാൽ KS കിട്ടുമോ? കുറച്ചധികം നാളുകളായി ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നു. ഇനിയുള്ള സമയം പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് KS പരീക്ഷ നമുക്ക് ഏകദേശം ഈ നവംബറിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നവംബർ കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ചോട് കൂടി പരീക്ഷ നടക്കും. ഏകദേശം 3 മുതൽ 4 മാസം വരെയാണ്. ഈ സിലബസിൽ എന്ത് പഠിക്കണം, എന്തെല്ലാം ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കാൻ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് KS എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു ഫ്രീ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ KS എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 3 സ്ട്രീംസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3. സ്ട്രീം 1 എന്ന് പറയുന്നത് ഫ്രഷേഴ്സിനുള്ളതാണ്. അതായത് നിങ്ങൾ സർവീസിലില്ലാത്തവരാണ് ഫ്രഷേഴ്സ് എങ്കിൽ, സർവീസിലില്ലാത്തവർ എന്നർത്ഥം മാത്രമേ ഉള്ളൂ. ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്തിൽ അപ്ലൈ ചെയ്യാം? നിങ്ങൾക്ക് സ്ട്രീം 1-ൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്ട്രീം 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർവീസിൽ, അത് ഏത് തസ്തിക വേണമെങ്കിലും ആവാം, അധ്യാപകരാവാം, LGS ആവാം, LDC ആവാം, ഏത് തസ്തികയായിക്കോട്ടെ, നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റഡ് ആണ്, നിങ്ങൾ സർവീസിലുണ്ട്, നിങ്ങളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം 2-ൽ അപ്ലൈ ചെയ്യാം. മൂന്നാമതായിട്ട് സ്ട്രീം 3, അതായത് ഗസറ്റഡ് പോസ്റ്റിലുള്ളവർക്കാണ് നമുക്ക് സ്ട്രീം 3-ൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് പരീക്ഷ എന്ന് പറയുന്നത് സ്ട്രീം 1-നും 2-നും 3-ക്കും ഒറ്റ പരീക്ഷ തന്നെയാണ്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് വേറെ ആകാം. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് 3-ൽ നിന്നും 1:1:1 എന്ന റേഷ്യോയിൽ തന്നെയാണ് ഇതിൽ നിന്നും 3-ൽ നിന്നും നമുക്ക് റിക്രൂട്ട്മെന്റ് വരുന്നത്. അല്ലാതെ ഫ്രഷേഴ്സ് പേടിക്കുന്നത് പോലെ ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും, എന്തായാലും സർവീസിലുള്ളവർക്കായിരിക്കും മുൻഗണന, അങ്ങനെയൊന്നുമല്ല. 1:1:1 എന്ന റേഷ്യോയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ത് വരിക? റിക്രൂട്ട്മെന്റ് വരിക. അപ്പോൾ ഫ്രഷേഴ്സ് സ്ട്രീം 1-ൽ നിന്ന് ഒരാളാണെങ്കിൽ സ്ട്രീം 2-ൽ നിന്ന് ഒരാൾ, സ്ട്രീം 3-ൽ നിന്നും ഒരാൾ, ഈക്വലി അവിടെ നിന്ന് ആൾക്കാരെ എടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ KSനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. സിലബസിനെ കുറിച്ചും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഈ വരുന്ന വെബിനാർ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ KS സംശയങ്ങൾക്കും ഉത്തരവുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ KS എക്സാമിന് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ടായിരുന്നു. പ്രിലിംസിലും മെയിൻസിലും ഇന്റർവ്യൂവിലും ഞങ്ങളുടെ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സും ഉണ്ട്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ച് ഈ ചിങ്ങത്തിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്.